വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 2. ഒരു വലിയ പ്രൊഡക്റ്റീവ് ഒന്നും അല്ലാത്ത ഒരു നോർമൽ സ്ലോ സാറ്റർഡേ ഇൻ മൈ ലൈഫ്. വീട്ടിലാണെങ്കിൽ ആരുമില്ല. അച്ചു ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സത്യം പറഞ്ഞാൽ ഒരു പണിയുമില്ല ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഇന്ന് എന്തായാലും ഒരു പണിയും ഇല്ലല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വെറുതെ ഇരിക്കുന്നതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ടൈം സ്പാനിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊന്ന് ഫിൽം ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഉടനെ ഞാനൊന്ന് കുറച്ച് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വെച്ച് കേട്ടനെല്ലാം പൊന്തിച്ച് പുറത്ത് നോക്കി ഒന്ന് ഒരു റിലാക്സ്ഡായി നേരെ പോയത് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് പല്ലിന് ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ പ്രശ്നങ്ങളാണ്. ഞാൻ ക്ലിപ്പിട്ട് പിന്നെ അതേപോലെ എന്തെല്ലോ എൻ്റെ മോണൊക്കെ എന്തെല്ലോ പ്രശ്നം, അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പണ്ടേ പറയും രാവിലെയും രാത്രിയും ബ്രഷ് നിർബന്ധം. അപ്പം ഞാൻ അതെപ്പോഴും ഫോളോ ചെയ്യും. ഞാൻ ഒരിക്കലും ബ്രഷ് ചെയ്യാൻ മിസ് ചെയ്തില്ല. അതിനുശേഷം പണ്ട് തൊട്ടേ അമ്മ പറഞ്ഞത് രാവിലെ എണീച്ചാൽ അപ്പം തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കണം. നമ്മുടെ ബോഡിക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്ന് ബോഡിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇന്ന് ഒരു സാറ്റർഡേ ആയതുകൊണ്ടും വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും ആഡംബരമായി ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് 2 മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നുമില്ല, കുറച്ച് നെയ്യ് വെച്ച് ഒരു ബുൾസൈ അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിങ്ങനെ ആലോചിക്കും, ഈ ലോകത്ത് കോഴി എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ, കോഴി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോഴി, ഓക്കെ, ആ സാധനം ഇല്ലെങ്കിൽ മുട്ടയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കാരണം ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് ഇപ്പം എനിക്കൊന്ന് 2 വർഷമായി. ഈ 2 വർഷത്തിൽ മിക്കവാറും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയാണ്. ആ മുട്ടയില്ലെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. എനിവേയ്സ്, ഇപ്പം മുട്ടയുണ്ടല്ലോ, അപ്പം നമുക്ക് ബുൾസൈ ആക്കാം അതിനെ കൊണ്ട്. നല്ല കുരുമുളകെല്ലാം ഇട്ട്, പക്ഷേ ഇതിനൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒറിഗാനോൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ബുൾസൈൻ്റെ മേലെ ഒരു പിഞ്ച് ഓഫ് ഒറിഗാനോ, കൂടിപ്പോരുത്, കൂടിപ്പോയ ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് ഒറിഗാനോ ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് ഉണ്ടാക്കി നോക്കി. സാധനം സെറ്റ്, സാധനം നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് ഞാൻ ഉണ്ടാക്കുന്നത് ചായ ഒന്നുമല്ല കേട്ടോ, അത് ജീരകമുള്ള, ഞാൻ ഇവിടുന്ന് ജീരകമുള്ള കുടിക്കരുത്. ചായ പണ്ട് ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുത്ത് മൈഗ്രെയിൻ ആയി ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോയത്. ഇവിടെ വന്നിട്ട് സ്വന്തം ഉണ്ടാക്കി കുടിക്കാനുള്ളൊരു മടി കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കൽ നിർത്തി. അത് കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദനയില്ല, ഒരു പ്രശ്നമില്ല. അത് എനിക്കൊന്ന് അതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു നമുക്ക്. അങ്ങനെ ബുൾസൈയെല്ലാം ഉണ്ടാക്കി TV വെച്ച് ഞാൻ ഏതോ ഒരു ഷോർട്ട് ഫിലിം വെച്ച് കണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി എന്താ, അങ്ങനെ പറഞ്ഞ നമുക്ക് ഉച്ചയായി, ലഞ്ച് ടൈമായി. ലഞ്ച് ഇത് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു വലിയൊരു മാങ്ങ, ഇവിടെ ഇപ്പം മാങ്ങേൻ്റെ സീസണാണ്. ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങ ഇവിടെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും ഇവിടെ ഇത്രക്ക് മാങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം എനിക്കൊന്ന് കുറേ മാങ്ങ, ഇതിനെന്തോ പേരുണ്ട്, നീലൻ മാങ്ങ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധനം നല്ല സ്വീറ്റാണ്. അതും കഴിച്ചിട്ട് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, ഓഫീസിൽ നിന്ന് കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായി. ഞാൻ അതും കൂടി ചെയ്ത് രാത്രി എന്ന് പറയുമ്പോൾ ഒരു 7 മണിയായി. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ചു. ഡിന്നർ ഞാൻ കുറച്ച് ഹെവിയാക്കി കളഞ്ഞു. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പൊറോട്ടയും പ്രോൺസ് മസാലയും കുറച്ച് തൈരും അതും കഴിച്ചിട്ട് നമ്മൾ ഒരു ഈവനിങ് വാക്കിന് പോയി. ഈവനിങ് വാക്ക് എന്ന് പറയുന്നത്, ഇത് ഇപ്പം നിങ്ങൾ ഈ വെളിച്ചം കണ്ടിട്ട് ഈവനിങ് ആണെന്ന് വിചാരിക്കരുത്, ഇത് രാത്രി 8:30 അതാണ് നമ്മുടെ പണ്ടത്തെ വീട്. നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മളെ പണ്ടത്തെ വീടും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നല്ല ട്രെയിലായിട്ട് നമുക്ക് നടക്കാൻ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നടക്കാൻ പോകാൻ വേണ്ടി ചൂസ് ചെയ്ത്. ചെമ്പരത്തിലുണ്ട് എൻ്റെ ഇഷ്ടം പോലെ. അമ്മ കണ്ടാൽ അതിൻ്റെ ചെടി എപ്പോൾ പറിച്ചെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു ഈവനിങ് വാക്കെല്ലാം കഴിഞ്ഞ് നമ്മളെ ദിവസം, അതായത് നമ്മൾ സാറ്റർഡേ അങ്ങ് എൻഡ് ചെയ്തു. ഒരു പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സാറ്റർഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.